രാജ്യത്ത് ചട്ടവിരുദ്ധമായി വായ്പാ ഇടപാട് നടത്തുന്നവരെ അഴിക്കുള്ളിലാക്കാൻ പുതിയ നിയമം വരുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കൊണ്ടുവരുന്ന ചട്ടവിരുദ്ധ വായ്പാ ഇടപാട് തടയൽ അഥവാ ബുലാ ബിൽ പ്രകാരം 1 മുതൽ 7 വർഷം വരെ തടവും 1 കോടി രൂപയുടെ പിഴയുമാണ് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത്. നേരിട്ടോ ഡിജിറ്റൽ ഇടപാട് വഴിയോ അനധികൃതമായി വായ്പാ ഇടപാട് നടത്തുന്നവരെ നിയന്ത്രിക്കാനാണ് പുതിയ ബിൽ അവതരിപ്പിക്കുന്നത്. ചട്ടവിരുദ്ധമായി വായ്പ നൽകിയാൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ശിക്ഷയാണ് വ്യക്തികളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്ന വായ്പാദാതാക്കൾക്ക് ലഭിക്കുക. അതായത് കൊള്ളപ്പലിശയ്ക്ക് പണം നൽകിയ ശേഷം ഗുണ്ടായിസം കാണിക്കുന്ന ബ്ലേഡുകാർക്കും ഡിജിറ്റൽ വായ്പാ തട്ടിപ്പ് നടത്തുന്നവർക്കും 10 വർഷം വരെ തടവും പിഴയായി 2 കോടിയിലധികം രൂപയുമാണ് ബില്ലിൽ ശുപാർശ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ പിഴ 2 ലക്ഷം രൂപയാണ്. റിസർവ് ബാങ്ക് ചട്ടങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയുള്ള പണമിടപാടുകളും കൊള്ളപ്പലിശ വാങ്ങലും വ്യാപകമായ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ നടപടി. നിയമാനുസൃതമായി വായ്പ ലഭ്യമാക്കുന്ന കമ്പനികളുടെ ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിന് അതോറിറ്റി വേണമെന്നും ബില്ലിൽ പറയുന്നു. ഇത് വായ്പാ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കി ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കും. ഒപ്പം അനധികൃത വായ്പക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കടം വാങ്ങുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യും. നിയമം ലംഘിച്ചാൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കണം. വായ്പാദാതാവിൻ്റെ ഇടപാടിൻ്റെ സ്വാധീനം രാജ്യവ്യാപകമോ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ ജനതയെ ബാധിക്കുന്നുവാണെങ്കിൽ കേസ് CBIക്ക് കൈമാറണമെന്നും ബില്ലിൽ ശുപാർശ ചെയ്യുന്നു. നിയമപരമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് അനധികൃത പണമിടപാട് നടത്തുന്നവർ സൃഷ്ടിക്കുന്നത്. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും മൈക്രോ ഫിനാൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും വലിയ ആശ്വാസമാകും ഈ നടപടി സൃഷ്ടിക്കുക. ഡിജിറ്റൽ ഓൺലൈൻ മേഖലയിൽ അനധികൃത വായ്പാ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഗുണ്ടായിസം വർദ്ധിച്ചു വരുന്നതും ഇത് കാരണം നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്നതും വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. രണ്ടും സമൂഹത്തിനും ഒപ്പം ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉപദ്രവം സൃഷ്ടിക്കുന്നവയാണെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് പുതിയ നിയമം രാജ്യത്ത് നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ചട്ടവിരുദ്ധ വായ്പാ പ്രവർത്തന നിരോധന നിയമത്തിൻ്റെ ബില്ലിൽ ജനാഭിപ്രായം തേടിയിട്ടുണ്ട്. ഫെബ്രുവരി 13 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം.